സമസ്തയുടെ മദ്രസകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ ഒരു സമയത്ത് മുഅല്ലിമീങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാട് ആശങ്കകൾ. ഈ ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോട് ഇൻ്റർവ്യൂവിന് എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത മുജദ്ദിദും ഓൺലൈൻ ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള മുസ്തഫ ഹുദവി കുട്ടുപള്ളി ഉസ്താദാണ്. ഉസ്താദിനെ നിങ്ങൾക്ക് വേണ്ടി ഹാർദവമായിട്ട് ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാളെ മുതൽ സമസ്തയുടെ മദ്രസകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ ഒരു മുഅല്ലിം എന്ന നിലയ്ക്ക് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ആശങ്കകളൊക്കെ നിങ്ങൾക്കുണ്ടാകും. ആ ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരത്തിന് വേണ്ടി, ഒരു നിർദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. ഈ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാളെ മദ്രസകൾക്ക് പകരമായി വീടുകളിൽ വെച്ച് കുട്ടികൾ മൊബൈലിലൂടെ ഈ ക്ലാസ്സുകൾ കേൾക്കുകയാണ്. നമ്മളെ മദ്രസ എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവം ഈ മൊബൈലിലൂടെ ഈ ക്ലാസ്സുകളെ കൊണ്ട് ഉപകാരം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ആ ഒരു അനുഭവ ജ്ഞാനം കുട്ടികൾക്ക് ലഭിക്കുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആശയം. അതിനെക്കുറിച്ച് എന്താണ് വളരെ പ്രധാനമായി പറയാനുള്ളത്? ഇത് പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്, ഒരു വിഷയമാണ്. തീർച്ചയായും ഒരു ക്ലാസ് റൂമിൽ ഒരു ഉസ്താദിൻ്റെ മുന്നിൽ ഇരുന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു ആത്മീയമായ ആ ഒരു ജ്ഞാന കൈമാറ്റം ഇതിലൂടെ നടക്കില്ല എന്നുള്ളത് തീർച്ചയായും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത ഇസ്ലാമ വിദ്യാഭ്യാസ ബോർഡ് ഇത് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്നും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. ലോക്ക്ഡൗൺ ആണ്, ആളുകൾ മുഴുവൻ വീടുകളിൽ ലോക്കായി കിടക്കുന്ന അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഷവ്വാലോടുകൂടി ക്ലാസ്സുകൾ, ഷവ്വാൽ 9, 10 ക്ലാസ്സുകൾ ആരംഭിക്കും. കുട്ടികൾ മദ്രസയിലെത്തും, അധ്യാപകന്മാർ മാലിന്യങ്ങൾ മദ്രസയിലെത്തും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ ജൂൺ മാസത്തിലും നമ്മൾ മദ്രസകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്നാണെങ്കിൽ പോലും ഇതിൻ്റെ ചെറിയ നിലക്കെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് വരുന്നതിന് വേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസ ബോർഡ് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതില് ഉസ്താദുമാർക്ക്, നമ്മളുടെ നാടുകളിലെ മദ്രസകളിലെ ഉസ്താദുമാർക്ക് പ്രത്യേകിച്ച് വല്ല റോളും ഈ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു? തീർച്ചയായും മൗലികൾക്ക് ഇതിൽ വ്യക്തമായ റോളുണ്ട്. ഇതിൽ പൊതുവെ മാലിന്യങ്ങൾ ഇപ്പോൾ നമ്മളിത് തീരുമാനിച്ച് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും സന്ദേശങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ആശങ്കകൾ പങ്കുവെച്ച് തുടങ്ങിയിട്ടുണ്ട്. പല രൂപത്തിലുള്ള മെസ്സേജുകൾ ഗ്രൂപ്പുകളിലൂടെ വന്നിട്ടുണ്ട്. മാലിന്യങ്ങൾക്ക് തീർച്ചയായും ഇതിൽ പങ്കുണ്ട്. ഇപ്പോഴുള്ള സ്ഥിതിയിൽ മാലിന്യങ്ങൾക്ക് മദ്രസയിൽ വരാനോ മദ്രസയിൽ വന്ന കുട്ടികളുമായുള്ള ഇന്ററാക്ഷൻ ക്ലാസ്സുകൾ നടക്കുന്നില്ല. പക്ഷെ അതേസമയം അവർ വീടിലിരുന്നു കൊണ്ട് കുട്ടികൾ ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ മാലിന്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പല കാര്യങ്ങളിലും ഇപ്പോൾ ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ തന്നെ ക്ലാസ്സുകളിൽ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളിൽ ചില ആക്ടിവിറ്റികളൊക്കെ കുട്ടികൾക്ക് നിർദ്ദേശിക്കുന്നുണ്ട്, ക്ലാസ്സുകളുടെ ഫാക്കൽറ്റി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ അത് ചെയ്യണം. എന്നിട്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അത് മൂല്യനിർണ്ണയം നടത്തേണ്ട ഉത്തരവാദിത്വം ഉസ്താദുമാർക്കാണ്, അവരുടെ മദ്രസിലെ അധ്യാപകന്മാർക്കാണ്. അത് ഇപ്പോൾ പല രൂപത്തിൽ ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് തന്നെ അതിൻ്റെ സർക്കുലർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ഉസ്താദും അവരവരുടെ ക്ലാസ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരിക്കണം. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കുട്ടികൾക്ക് ഈ ലിങ്ക് കൈമാറാൻ അതൊരു മാർഗം കൂടിയാണ്. അങ്ങനെ കൈമാറണം. കുട്ടികൾ കേട്ടിട്ട് ആ ക്ലാസ്സിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവരുടെ ഉസ്താദന്മാരോട് അവർ ഡിസ്കസ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ മദ്രസ പാഠഭാഗങ്ങളിലുള്ള ചില തദരീബാത്തുകൾ, മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഖുർആനാണെങ്കിൽ ഖുർആൻ ഓതി കേൾപ്പിക്കാൻ കുട്ടികൾക്ക് സൗകര്യമില്ല, ഓൺലൈനിലാവുമ്പോൾ. പക്ഷെ അതേസമയം അവർ വോയിസ് റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഉസ്താദന്മാർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് അത് ഉസ്താദന്മാരെ കേട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങളോ തിരുത്തലുകളോ വേണമെന്നത് പറഞ്ഞു കൊടുത്ത് പൂർണ്ണമായും ഉസ്താദന്മാരുടെ ഇടപെടലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഉസ്താദന്മാർക്ക് ഇത് അവർക്ക് ഡ്യൂട്ടി ഇല്ല
എത്തിയിട്ടില്ല, ഒരു മാറിയിരിക്കുക എന്നുള്ള സ്ഥിതി അല്ലാണ്. ഇത് ഉസ്താദ്മാർ ഇൻവോൾവ് ആണ്. ആ കാര്യം ഉസ്താദ്മാർ മാത്രമല്ല മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങളൊന്നും ഉസ്താദ്മാരിലേക്ക് എത്തിയിട്ടില്ല, അതല്ലെങ്കിൽ മാനേജ്മെന്റ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഈ സമയത്ത് ഉസ്താദ്മാർക്ക് എങ്ങനെ കൂടുതൽ ഇതിനെ മെച്ചപ്പെടുത്താൻ കഴിയും? ഈ ഓൺലൈൻ ക്ലാസ്സുകൾ മുഴുവൻ കുട്ടികളിലേക്കും എത്തിച്ച് എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചല്ലോ, അത് രക്ഷിതാക്കളിലേക്കും അല്ലെങ്കിൽ ഉസ്താദ്മാരിലേക്കും അങ്ങനെ വിഷയം എത്തിയിട്ടില്ല. പക്ഷെ പരമാവധി വിദ്യാഭ്യാസ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഉസ്താദ്മാരിലേക്കും രക്ഷിതാക്കളിലേക്കും മാനേജ്മെന്റിനും ഈ ഒരു സന്ദേശം കൈമാറാനുള്ള പരമാവധി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാവുന്നിടത്തോളം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പല ഉസ്താദ്മാരും പൊതുവെ മദ്രസ ഉസ്താദ്മാർ എന്ന് പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്രമാത്രം അപ്ഡേറ്റ് ആയിരിക്കില്ല. പക്ഷേ അതിനുവേണ്ടിയാണ് തന്നെ നമ്മുടെ സുപ്രഭാത പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സാധാരണ വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കുന്ന സർക്കുലർ, മദ്രസകൾക്കും റേഞ്ച് കമ്മിറ്റികൾക്കും മാനേജ്മെന്റിനും കൊടുക്കുന്ന സർക്കുലർ, അത് പൊതുജനങ്ങൾക്കും രക്ഷിതാക്കൾക്കും അടക്കമുള്ള ഒരു സർക്കുലർ നമ്മുടെ രൂപത്തിൽ സുപ്രഭാത പത്രത്തിലെ 1-ാം പേജിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു വന്നു. അതൊരു സർക്കുലറാണ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായൊരു ധാരണ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ പൊതുവെ എല്ലാ മാലിന്യങ്ങളും ഇത് ഉപയോഗിക്കുന്നവരാവില്ല, പരിചയമുള്ളവരാവില്ല. ഇതിൽ നമുക്ക് പറയാനുള്ളത് അവരത് പരിചയപ്പെടണം എന്നുള്ളതാണ്. പുതിയ കാലത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് പരിചയപ്പെടുകയും അതിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പ്രയാസമുള്ള സംഗതിയില്ല, വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ പുതുതായിട്ട് ഒരു ഉസ്താദ് മൊബൈൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട അതിനുള്ള പുതിയ അതിൻ്റെ ഉപയോഗക്രമങ്ങൾ അറിയില്ലെങ്കിൽ അതിനൊരാളോട് ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ വേറൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത് നമ്മളുടെ കുട്ടികളെ ഈ മൊബൈൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ സാധാരണ പറയാം, എല്ലാ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഈ മൊബൈൽ എടുക്കരുത്, മൊബൈൽ എടുത്ത് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഒരുപാടുണ്ടാകും. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ എടുത്താൽ അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് അതിൻ്റെ അടിയിൽ വരും. അപ്പോൾ നമ്മളുടെ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ തിന്മയിലേക്ക് ചേക്കേറാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല, സാധ്യതയില്ല. അതെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. ഈ വിഷയത്തിൽ പറയാനുള്ളത് ഒന്ന്, ഈ ക്ലാസ് ഇപ്പോൾ 7:30 മുതൽ 8:30 വരെയുള്ള സമയത്താണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. അത് ആ സമയത്ത് കുട്ടികൾ ക്ലാസ് വീക്ഷിക്കുമ്പോൾ ശരിക്കും രക്ഷിതാക്കൾ കുട്ടികളെ വീക്ഷിക്കണം എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് എന്താ പറയുക പരിമിതികളുണ്ട്. ഓൺലൈൻ എന്നുള്ളതായിട്ട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കവർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് രക്ഷിതാക്കൾ അവർ ശ്രദ്ധിക്കണം. അവർ ഉപയോഗിക്കുന്ന ക്ലാസ് തന്നെയാണോ അവർ ഉപയോഗിക്കുന്നത്, പിന്നെ ക്ലാസ്സിൽ തന്നെയാണോ അവർ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ മാറിപ്പോകുന്നതോ ഒക്കെ ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ പറയട്ടെ, യൂട്യൂബ് മാത്രമല്ല, യൂട്യൂബിൽ നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ വേറെ വീഡിയോസ് ഉണ്ടാവാം. കുട്ടികൾ കാർട്ടൂണോ മറ്റു ഗെയിമുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവർ സ്കിപ്പായി പോവാം. പക്ഷെ അത് വരാത്ത രൂപത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് തന്നെ ഇതിൻ്റെ കൂടെ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ലാസ്സുകൾ കിട്ടും. ഈ ക്ലാസ്സുകൾ കിട്ടും എന്ന് മാത്രമല്ല, മറ്റ് വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കാണുന്ന മറ്റ് വീഡിയോസ് ഒന്നും അതിൽ കാണില്ല. അതേസമയം യൂട്യൂബിൽ അതേ ക്ലാസ്സുകളും അതേ ലിങ്കുകളാണ് ഇതിൽ കിട്ടുന്നത്. ഇപ്പോൾ ഉസ്താദ് ഒരു സമയം പറഞ്ഞു, രാവിലെ ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയത്താണ്. അപ്പോൾ ഈ സമയത്തുള്ള കുട്ടികൾക്ക് അവരെ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. മറ്റു കുട്ടികൾ ആ സമയത്ത് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട കുട്ടികൾക്ക് ഇത് ലഭിക്കാനുള്ളതല്ല. ഇതിന് ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് ഉസ്താദുമാർക്കും അതുപോലെ പിന്നെ മദ്രസകൾക്കും മാനേജ്മെന്റുകൾക്കും നൽകിയിട്ടുള്ള രക്ഷിതാക്കൾക്കും പഠിത്തം നൽകിയിട്ടുള്ള നിർദ്ദേശം മദ്രസയുടെ സമയം വരും. ആ ഒരു സമയത്ത് കുട്ടികൾ മദ്രസയിലേക്ക് വേണ്ടി എങ്ങനെയാണോ തയ്യാറെടുപ്പ് നടത്തുന്നത് അതുപോലെ തയ്യാറെടുപ്പ് നടത്തി നല്ല ഫ്രഷായി പിന്നെ കുളിച്ച് ഒരുങ്ങി മദ്രസയിലേക്ക് തയ്യാറാവുന്ന പോലെ ഡ്രസ്സ് ചെയ്ത് തൊപ്പി ധരിച്ച് തലമറിച്ച് ക്ലാസ്സിന് വേണ്ടി അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലത്ത് അവർ ഇരിക്കണം. എന്നിട്ട് ക്ലാസ്സുകൾ അത് അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേൾക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളൊരു സാങ്കേതിക പ്രശ്നം, ഒരേ വീട്ടിൽ ഒന്നിലധികം കുട്ടികളുണ്ടാവും. അപ്പോൾ അവിടെ വീട്ടിൽ ഇപ്പോൾ ഒരു മൊബൈലേ ഉള്ളതെങ്കിൽ ഒരു കുട്ടിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും. 2 കുട്ടികൾ തന്നെ 2 ക്ലാസ്സുള്ളവരാണെങ്കിൽ ആ സമയത്ത് ഒരു കുട്ടിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സാങ്കേതിക പ്രശ്നം തീർക്കാൻ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസ് അത് പിന്നീട് യൂട്യൂബിൽ തന്നെ
ലഭ്യമാണ്, റെക്കോർഡ് ആയിട്ട് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പൊ പിന്നെയും കുട്ടികൾക്ക് കേൾക്കാം. ഇനി ആ സമയം കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് തന്നെ വീണ്ടും കേൾക്കാം. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരേ വീട്ടിൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടാവുക, ഒന്നിലധികം മൊബൈലുകളില്ലാത്ത സാഹചര്യം, അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഒരു കുട്ടി കേട്ടു, 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്, 2ാം ക്ലാസ്സിലായ ചെറിയ ക്ലാസ്സിലെ കുട്ടി, ചെറിയ കുട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരില്ല. അവരിന്ന് കേൾക്കുന്നു. ജ്യേഷ്ഠനായ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ 3-ോ 4-ോ കുട്ടിയാണെങ്കിൽ അവരെ കേട്ടതിന് ശേഷം ഇത് കേൾക്കുക. എന്നാൽ അടുത്ത ദിവസം ഇവന് പ്രയോറിറ്റി കൊടുക്കുക. ആദ്യം 4ാം ക്ലാസ്സുകാരൻ കേൾക്കും, പിന്നെ 2ാം ക്ലാസ്സുകാരൻ. അങ്ങനെ അത് ഷെഡ്യൂൾ ചെയ്യാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. ഇവിടെ മറ്റൊരു ചോദ്യം, ഈ കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്നു, അപ്പോൾ ഇവർക്ക് അറ്റൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതെ, അറ്റൻഡൻസ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ അറ്റൻഡൻസ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവര് പിന്നെ ഈ യൂട്യൂബ് ലിങ്കിന്റെ കൂടെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയുടെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷന്റെ കൂടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് സമസ്തയുടെ ഓൺലൈൻ ഒഫീഷ്യൽ വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സംസ്ഥയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ അതിൽ ചില വിവരങ്ങൾ നൽകാറുണ്ട്. അറ്റൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ പേര്, പഠിക്കുന്ന മദ്രസ, അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി അന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ള വിവരം, ആ ഡാറ്റ നമ്മുടെ വെബ്സൈറ്റിൽ ഫീഡ് ചെയ്യപ്പെടും. അപ്പോൾ അത് പിന്നീട് ഒഫീഷ്യലായിട്ട് തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഫയൽ കൂടിയാണ്. ഈ മാസം കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിന്റെ നമ്മൾ കണക്കാക്കിയതിന്റെ കാലാവധി കഴിഞ്ഞാൽ അതിന്റെ PDF പ്രിന്റ് എടുത്ത് ഓരോ മദ്രസയിലും സ്വതന്ത്ര അധ്യാപകർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരെ മദ്രസയിൽ സൂക്ഷിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ മുഫത്തിഷുമാർ മദ്രസ വിസിറ്റിന് വേണ്ടി വരുമ്പോൾ ഈ മാസത്തെ അറ്റൻഡൻസ് ആയിട്ട് ഔദ്യോഗികമായി ഉപയോഗപ്പെടുന്നത് ഈ ഫയലായി. അപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ഒരു മാസത്തെ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമോ അത്രയും കാലമുള്ള അറ്റൻഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. കാരണം കുട്ടികളാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പരിമിതികളുണ്ടാവും ഈ വിവരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്പർ, മദ്രസ രജിസ്ട്രേഷൻ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സന്ദർഭമല്ലേ, ഉസ്താദുമാരുടെ ശ്രദ്ധയും നിയന്ത്രണവും ഇതിൽ വേണമെന്നുള്ളത് ഈ കാര്യത്തിൽ കൂടി വളരെ പ്രധാനമാണ്. കാരണം ഉസ്താദുമാർ വാട്സപ്പ് ഗ്രൂപ്പ് നിർബന്ധമായി ഉണ്ടാക്കിയിരിക്കണം. പലർക്കും പല വിഷയങ്ങൾ ഉണ്ടാവാം, പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഉസ്താദ് എല്ലാ ഗ്രൂപ്പിലും അംഗമായിരിക്കണം എന്നുള്ള പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഉസ്താദ് അറിഞ്ഞിരിക്കണം. നിങ്ങളെങ്കിൽ മാനേജ്മെന്റ് ഭാരവാഹികൾ വേണമെങ്കിൽ സൗകര്യത്തിന് അങ്ങനെ എന്തെങ്കിലും സാങ്കേതിക വിഷയങ്ങൾ ഒരു നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഭാരവാഹികൾ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഉപയോഗപ്പെടുത്താം. അപ്പൊ അതിലൂടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാലിന്യങ്ങൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് കൊടുത്തിരിക്കണം എന്ന് കൂടി വരും. മാത്രമല്ല, ഈ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോകാൻ പറ്റുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ക്രമങ്ങൾ. അപ്പൊ അതൊക്കെ ഉസ്താദുമാരെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയിൽ വരുത്തുകയും കൊണ്ടുവരികയും അതവരെ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവണം. അപ്പോൾ പ്രധാനപ്പെട്ട റോളിൽ മാലിന്യങ്ങൾക്ക് അപ്പോഴും ഉണ്ട്. ഓരോ വീഡിയോക്കും ഒപ്പം ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. അത് ഞാനൊരു വീഡിയോ കാണുന്നത് ഈവനിങ് സമയത്താണെങ്കിൽ ആ സമയത്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അത് കഴിഞ്ഞോളമില്ല. ഇന്നത്തെ ഒരു ലിങ്ക് പക്ഷേ ഇന്ന് ഉള്ള ഒരു സമയം നിശ്ചയിച്ച് ഇന്നത്തെ ഡേ അവസാനിക്കുന്നതോടുകൂടി സാധാരണ നമ്മുടെ ഡേ ചേഞ്ച് ആവാറുണ്ടല്ലോ അല്ലേ? 12 മണിയോടുകൂടി ഇന്നത്തെ ഡേറ്റ് സിസ്റ്റത്തിലും മൊബൈലിലും എല്ലാറ്റിലും ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ അത് ഒരുപക്ഷെ ആ ലിങ്ക് ക്ലോസ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാം. അതിന് കൂടുതൽ സാങ്കേതികമായ കാര്യങ്ങൾ എനിക്ക് അറിയാം. അതേപോലെ മറ്റൊരു സംശയമാണ്, കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു. തെളിവാത്തുകളൊക്കെ കൊടുക്കും, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ അവര് ഓൺലൈനിലൂടെ നേരിട്ട് കൊടുക്കുകയും അതേപോലെ അവർ തന്നെ നേരിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ അത് ഉസ്താദുമാരെ ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് തിരിച്ചു കൊടുക്കണം? അതിന്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് വിശദീകരിക്കും. അത് സാധാരണ നമ്മൾ ക്ലാസ്സിൽ നടക്കുന്നത് പോലെ തന്നെയാണ് പറയാം. ഇപ്പോൾ കുട്ടികൾ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ കിതാബ് ഉണ്ടാവണം. ഖുർആന്റെ ക്ലാസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ഖുർആൻ ഉണ്ടാവണം. നോട്ട് പുസ്തകം, പേന. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കുട്ടികളുടെ കയ്യിൽ വേണം. അത് വെച്ചിട്ടാണ് അവർ ഇരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഫാക്കൽറ്റി
ക്ലാസ് വിഷയത്തിനനുസരിച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു അടിയുടെ വിഷയമാണെങ്കിൽ ദുറൂസ് വിഷയമാണെങ്കിൽ അതിൽ ഉസ്താദ് ഒരു പാഠം വായിച്ചു കൊടുത്ത് ഫാക്കൽറ്റി ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് വായിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവസാനത്തെ നിർദ്ദേശം കൊടുക്കാം, നിങ്ങൾ ഈ പാഠഭാഗം എഴുതണം, എഴുതിയിട്ട് നിങ്ങളത് ഫോട്ടോ എടുത്ത് ഉസ്താദിന് വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം, അത് നിർദ്ദേശം കൊടുക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഖുർആനാണ്, ഖുർആനിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗം നിങ്ങൾ ഓതി പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ആ ഭാഗം വോയിസ് റെക്കോർഡ് ചെയ്ത് ഉസ്താദിന് വിട്ടുകൊടുക്കണം എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ട് കഴിഞ്ഞാൽ ഉസ്താദ്മാർ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അതിന് കൃത്യമായിട്ട് കുട്ടികൾക്ക് മാർക്ക് സ്കോർ കൊടുക്കുകയും പുതിയ രീതി അനുസരിച്ച് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ സ്റ്റാർ കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ കൃത്യമായ കുട്ടികളിൽ അവർ ചെയ്ത വർക്കിനനുസരിച്ച് അവർക്ക് ഒരു മാനസിക സന്തോഷം ഉണ്ടാകുന്ന രൂപത്തിൽ, അംഗീകാരം ആവുന്ന രൂപത്തിൽ സ്റ്റാറുകളായിട്ട് തന്നെ അവർക്ക് അതിന് സ്കോർ ചെയ്യണം. ഇപ്പോൾ സാധാരണ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഹാപ്പി ആവുന്ന രൂപത്തിൽ അത് ചെയ്തു കൊടുക്കണം. ആ കാര്യങ്ങൾ ഉസ്താദ്മാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഉസ്താദ്മാർക്ക് ജോലി കൂടുകയാണ്, ഒരുപാട് ജോലി ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ കൊടുക്കാനും ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുമെന്നാണ്. ഞാൻ കൃത്യമായിട്ട് ഉസ്താദ്മാരെ അത് നിയന്ത്രിക്കണം. ശരിക്കും ഉസ്താദ്മാർ ഇതിൽ ഒരു മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തെ ക്ലാസ് മുന്നോട്ട് പോകുമ്പോഴേക്ക് ഉസ്താദ്മാർക്ക് തന്നെ ഈ ഐടിയും ഓൺലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അവബോധം കൂടുതലുണ്ടാവും. നേരത്തെ എല്ലാത്ത ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അവരെ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ എന്നുള്ള ഒരു അവബോധം കൂടി ഉസ്താദ്മാർക്ക് കിട്ടും. ഒരു പക്ഷേ മുന്നോട്ട് ഈ മാലിന്യങ്ങളിൽ നിന്ന് തന്നെ ആരോട് പറയുമ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ റെഡിയാണെന്ന് ചോദിച്ചാൽ ഞാൻ റെഡി എന്ന് പറയാൻ ഒരു ഫാക്കൽറ്റി നമുക്ക് മിസ്സാവുന്ന സമയത്ത് നിങ്ങൾ റെഡിയാണെന്ന് ചോദിച്ചാൽ ഏത് മാലിന്യവും റെഡിയാവുന്ന സ്ഥിതി വരും. കാരണം എനിക്ക് ഒരു പക്ഷേ എനിക്ക് ഇതിനേക്കാൾ നന്നായി ഈ ക്ലാസ് എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്നാണ് മാലിന്യം ചിന്തിക്കാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ ഉസ്താദ്മാരെ ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല ചില മാനേജ്മെന്റുകളൊക്കെ ഓൺലൈൻ ക്ലാസ് വന്നതുകൊണ്ട് എനിക്ക് ഉസ്താദ്മാരെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് അവിടെ ചോദ്യം അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഉസ്താദ്മാരെ ആവശ്യമില്ലാത്തൊരു സ്ഥിതി ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ റോബോട്ട് സംവിധാനം കൊണ്ടുപോയിട്ട് അതൊന്നും ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പും നിയന്ത്രിക്കാൻ ഒരു ഉസ്താദിനെ ആക്കിയാൽ പോലെ എന്നുള്ള ചിന്തയിലേക്ക് ചിലപ്പോൾ മാനേജ്മെന്റുകൾ ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ഒരു മദ്രസയിൽ ഇപ്പോൾ 10 ക്ലാസ്സുകളുണ്ടെങ്കിൽ 10 ക്ലാസ്സിലും ഇപ്പോൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ 7 വിഷയങ്ങളും 5 വിഷയങ്ങളും 4 വിഷയങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഏകദേശം ഒരു ദിവസം തന്നെ ഈ 18 ക്ലാസ്സോളം ഒരു ദിവസം നടക്കും. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ 18 ക്ലാസ്സുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ 18 ക്ലാസ്സുകളിലെയും കുട്ടികൾ പഠിക്കാൻ ഒരു മദ്രസയിൽ ഇപ്പോൾ 100-200 കുട്ടികളുണ്ടെങ്കിൽ ഈ 200 കുട്ടികളും പാഠങ്ങൾ ശ്രദ്ധിച്ച് അവർ പഠിച്ച് അത് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഉസ്താദിനെ വിട്ട് കൊടുക്കുമ്പോൾ ഇത്രയും കുട്ടികളുടെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അവരുടെ ആക്ടിവിറ്റികൾ ഒരു ഉസ്താദ് മാത്രം അത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക എന്നുള്ളത് അത് പ്രായോഗികമാണ്, പ്രയാസകരമായ സംഗതി. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഒരു ഉസ്താദ് എന്നുള്ള സാധാരണ ഓഫ്ലൈനായിട്ട് ക്ലാസ് നടത്തുന്ന എങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ പോകണം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പക്ഷേ ഉസ്താദ്മാർ കൂടുതൽ സമയം തന്നെ ചെലവഴിക്കേണ്ടി വരും. മറ്റേത് മദ്രസയുടെ സമയം മാത്രം മതിയാവും. ഇത് ഓരോ കുട്ടിയും ഓടി കൊടുത്തതും അവർ അയച്ച ടീച്ചറുകളും പിന്നെ ഉസ്താദ് ഇരുന്ന് അത് കേട്ട് ഓരോ കുട്ടിക്കും അത് തിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി കൂടി ഇതിൽ വരുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇത് കുറച്ചുകൂടി പിന്നെ ക്രിയാത്മകമായി ക്ലാസ് നടത്തുന്നുണ്ട്. ക്ലാസ്സിൽ ഇപ്പോൾ 10-20 കുട്ടികളുള്ളത് 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ എത്ര കുട്ടികൾ ഉസ്താദ് കേൾക്കാൻ കഴിയുന്ന വിഷയമുണ്ടല്ലോ അല്ലേ? 1 മണിക്കൂറിന് അടുത്തിപ്പോൾ 20 കുട്ടികൾ 30 കുട്ടികൾ ക്ലാസ് ഉണ്ടെങ്കിൽ ഈ 30 കുട്ടികളെയും കൊടുക്കാനൊന്നും കേൾക്കുന്ന ഉസ്താദ് നടക്കൂല ആ സമയത്തിനടുത്ത്. പക്ഷേ ഈ വാട്സപ്പിലൂടെ ഓൺലൈനിലൂടെ ആവുമ്പോൾ ഒരു സൗകര്യം ഉള്ളത് അതാണ്. ഒരു കുട്ടി ഒരു വോയിസ് വിട്ടാൽ ഉസ്താദിന് ഓരോ കുട്ടികളുടെയും വോയിസ് കേട്ട് സൗകര്യമായി മറുപടി പറയും. പക്ഷെ ഉസ്താദിന് കൂടുതൽ സമയവും റിസ്ക്കും ഉണ്ട് എന്നുള്ളത് അത് മാനേജ്മെന്റ് മനസ്സിലാക്കേണ്ട സാധ്യത കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ഉസ്താദ്മാരെ കൂടുതൽ ഇതിൽ മെച്ചപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ട് പോവുകയാണ്, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടർന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ വല്ല തീരുമാനങ്ങൾ സംസ്ഥയിൽ ഇല്ല. ഇത് ലോക്ക്ഡൗൺ എന്നുള്ള ഒരു കാരണം മാത്രമാണ് ഇതിന്. ഇപ്പോൾ സ്കൂളുകൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു, മദ്രസ ഒന്നും അല്ലാതെ 3-3 സ്ഥിതി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കാലത്തിന്റെ ആവശ്യമാണ് ഇത് തുടങ്ങുന്നത്.
അപ്പോൾ അത് തുടങ്ങി. അപ്പോൾ ലോക്ക്ഡൗൺ അവസാനിക്കുന്നതോടുകൂടി കുട്ടികൾ നമ്മുടെ മദർസൊക്കെ ഓപ്പൺ ആവും, അതോടുകൂടി ക്ലോസ് ചെയ്യും. അതാണ് വിദ്യാഭ്യാസ ഇത്രയും അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോസ് ഒക്കെ നിലവിൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഉസ്താദുമാർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഇപ്പൊ ഈ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോസ് ഒക്കെ പിന്നെ ഉസ്താദുമാർക്ക് മുന്നോട്ട് അവർക്ക് മാതൃകയെ സ്വീകരിക്കാൻ പറ്റും. സാധാരണ നമ്മളിപ്പോൾ മോഡൽ ക്ലാസ്സുകൾ റേഞ്ചുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഖുർആൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ഒരുപാട് കാലം മുന്നേ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ രീതിയിൽ എങ്ങനെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അവർക്ക് അവരുടെ ക്ലാസ്സുകൾക്ക് ഇത് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഉണ്ടാവും. മാത്രമല്ല ഇത് ഇപ്പോൾ സമസ്ത തുടങ്ങിയിട്ടുള്ളത് സമസ്ത ഓൺലൈൻ വിദ്യാഭ്യാസ ബോർഡ് മാത്രമല്ല, സമസ്തയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും ഈ ചാനൽ മുഖേന പുറത്തു വരികയും അതിൽ ചില ഉസ്താദുമാരുടെ പരിപാടികളാവാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഇന്റർവ്യൂകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെന്റുകളാവാം, അതൊക്കെ വരും. വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി ഇപ്പോൾ അത് മദ്രസക്ക് ഓൺലൈൻ മദ്രസക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നപ്പോൾ അത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പൊതുവായിട്ടൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് പുതിയൊരു സംസ്ഥയുടെ പുതിയൊരു ചുവടുവെപ്പായിരുന്നു. തീർച്ചയായും ഇവിടെ മറ്റൊരു സംശയമുള്ളത്, ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നു. മദ്രസ സിസ്റ്റം പലപ്പോഴും ഇവിടെയുള്ള ഉസ്താദുമാര് അമേരിക്കയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ന്യൂസിലാൻഡിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സിസ്റ്റം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെ കുട്ടികൾക്ക് രക്ഷിതാക്കളെ തീരുമാനിക്കുകയാണ്. എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ ട്യൂഷന് പോകേണ്ടതുണ്ട്. അപ്പോൾ സാധാരണ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത് പോലെ ഒരു സംവിധാനമില്ല, കഴിയില്ല ആ സമയത്ത്. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യണം, വീട്ടിലേക്ക് ഓൺലൈൻ ഈ ക്ലാസ്സുകളൊക്കെ സമസ്ത ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ തീരുമാനിക്കുക പറ്റും. ഇപ്പോൾ നിലവിൽ തന്നെ ചില ഉസ്താദുമാരൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. എനിക്കറിയാം പല ഉസ്താദുമാരെ പോലെ നിങ്ങൾ അവർ മദ്രസ കഴിഞ്ഞതിന് ശേഷമുള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ട് USA-യിലും അതുപോലെ കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെയുള്ള ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുന്നു. ഒരു ദിവസം 1.5 മണിക്കൂർ ക്ലാസ്. അതിന് അവിടുത്തെ ടൈമിംഗ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇവിടെ ഡേ ടൈം ആവില്ല, അവിടെ ഡേ ടൈം. അപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് കുട്ടികളുടെ സമയത്തിനനുസരിച്ച് 1/2 മണിക്കൂർ അത് നിശ്ചയിച്ച് ആ സമയത്ത് ക്ലാസ് എടുക്കുകയും അതിന് ഒരു മണിക്കൂറിന് $30 $40 ഒക്കെ പിന്നെ ഇൻകം ഉണ്ടാക്കുന്ന ഉസ്താദുമാരെ നമുക്കറിയാം. വലിയങ്ങളെ തന്നെ നമുക്കറിയാം. അപ്പോൾ അത് നല്ലൊരു സാധ്യതയാണ്. ഞാൻ ചോദിക്കുന്നത് അതേ ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സിസ്റ്റം മാറുവാനോ? ഇത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു. കാരണം നമ്മളുടെ കുട്ടികളെ ഒരു നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ഉസ്താദുമാരിൽ നിന്ന് നമ്മളെ ഇസ്ലാമിക് സിസ്റ്റം അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലോക്കാണല്ലോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ ചോദിക്കുന്നത് ഓൺലൈനാണ് പോയാൽ എല്ലാവരും ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ മദ്രസ ഉണ്ടാവുമെന്നതാണ്. ശരിക്കും ഇതിന്റെ ഒരു വിജ്ഞാനത്തിന്റെ കൈമാറ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു കൽബ് എന്നുള്ള ഉസ്താദിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് മുഷാഫഹത്തൻ എന്ന നിലയ്ക്ക് ഉസ്താദിൽ നിന്ന് കുട്ടികൾ കേൾക്കുന്ന ഒരു രീതി ആവണം. അതാണ് അതിന്റെ ശരിക്കും ഒരു തക്തീർ ഉണ്ടാക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞത്, പ്രതിഫലനം ഉണ്ടാക്കുന്ന ക്ലാസ്. മറ്റേതിപ്പോ നിർബന്ധിത സാഹചര്യത്തിലാണ്. ഇപ്പോൾ USA-യിൽ ഇപ്പോൾ ഒരു നമ്മുടെ ഉദാഹരണത്തിന് മലയാളി ഫാമിലി അവിടെ എത്തിപ്പെട്ടു, അവർക്ക് അവിടെ മദ്രസ സൗകര്യങ്ങളില്ല, മറ്റ് സംവിധാനമില്ല, കുട്ടികൾക്ക് നീ പറഞ്ഞ കൊടുക്കണം. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക വഴി ഇതാണ്, നാട്ടിൽ ഏതെങ്കിലും ഓൺലൈൻ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും സമയത്ത് ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധിത സാഹചര്യത്തിൽ ഉണ്ടായതാണ്. പക്ഷെ ഈ ഓൺലൈൻ എന്നുള്ള ഒരു രീതിയിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും വന്നതുപോലെയുള്ള ഒരു ആവശ്യം ഈ വിഷയത്തിൽ സംഭവിക്കും. എനിക്ക് യാതൊരു സംശയവുമില്ല. അത് സമസ്തക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും കൃത്യമായ ധാരണ അതിനെക്കുറിച്ച് ഉണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും സമസ്ത നേരിട്ട് ഇത് മൊത്തമായി ഓൺലൈൻ ആക്കുന്നതോ അല്ലെങ്കിൽ ഇത് മദ്രസയിൽ ചെന്ന് കുട്ടികൾ പഠിക്കുന്ന സ്ഥിതി ഇല്ലാതാവുന്ന രൂപത്തിലുള്ള സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നാളെ മുതൽ കുട്ടികളെ പുതിയ കുട്ടികളെ ഓരോ മദ്രസയിലേക്കും കൊണ്ടുവന്ന് ചേർത്തുന്ന ആ പഴയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു മദ്രസയിലൊക്കെ. കുട്ടികൾക്കൊരു ആവേശമായിട്ട് അവരെ പുതിയ ഉടുപ്പിടിപ്പിച്ച്, അതേപോലെ തന്നെ പുതിയ വസ്ത്രത്തിൽ ഈ മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് അത് ഒരു അനുഭൂതിയായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട രൂപത്തിലാണല്ലോ ഇപ്പോൾ ഈ പുതിയ രീതിയിൽ ഓൺലൈൻ കാലത്ത് ഈ ഒരു ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ പുതിയ കുട്ടികളെ എങ്ങനെയാണ് ഒരു മദ്രസയിൽ ചേർക്കേണ്ടത്? അതിന് പുതിയ രീതികൾ വല്ലതും ആണോ, അതല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെയാണോ
ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളത്? ഇപ്പോൾ കുട്ടികളുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വേറെ നിർവാഹമൊന്നുമില്ല. ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണല്ലോ. വേറെ ഇപ്പോൾ കുട്ടികൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ മദ്രസയിൽ ചെന്ന് കുട്ടികൾ ഇല്ലാതെ തന്നെ പോയി അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇതിൽ ലോക്ക്ഡൗൺ കഴിഞ്ഞ് മദ്രസ തുടങ്ങുന്ന സമയത്ത് ഇതുപോലൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ മദ്രസ ഭാരവാഹികൾക്കും ഉസ്താദ്മാർക്കും ആലോചിക്കാവുന്നതാണ്. ആ സമയത്ത് കുട്ടികൾ പുതുതായിട്ട് മദ്രസയിലേക്ക് വരികയാണല്ലോ. അപ്പോൾ നേരത്തെ ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മദ്രസ പുതുതായി ഓപ്പണായി കുട്ടികൾ മദ്രസയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ സെയിം പ്രോസസ്സ് നമ്മൾ സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യുന്നത് പോലെ ചെയ്യാവുന്നതാണ്. കുട്ടികൾ രക്ഷിതാക്കൾ കൊണ്ടുവരികയും അവരെ പിന്നെ പുതിയ പാഠങ്ങൾ ഉസ്താദ്മാരെ ക്ലാസ്സിലിരുത്തുകയും അതിന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ദ്വാ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രൂപം പിന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ 1-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ മദ്രസയിൽ സാധാരണ നോർമലായി നടക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ തന്നെ കുട്ടികൾ മദ്രസയിൽ വന്ന് അന്ന് തന്നെ ഇപ്പോൾ പാഠങ്ങൾ തുടങ്ങിയില്ലല്ലോ. ഏകദേശം ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച കുട്ടികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നില്ല. 1-ാം ക്ലാസ്സിൽ ശരിക്കും ഉസ്താദും കുട്ടികളും തമ്മിൽ പരിചയപ്പെടാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണോ അത് ചെയ്യാമെന്നല്ല. ഉസ്താദ് പാട്ട് പാടിക്കൊടുക്കുക, കഥ പറയുക, കുട്ടികളുടെ കൂടെ അവരെ ഒരു എന്താ പറയുക ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് ഉസ്താദ് മാറുക എന്നുള്ളതാണ്. ഒരു 4-5 ദിവസം കൊണ്ട് കുട്ടികളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉസ്താദ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിനുശേഷമാണ് പിന്നെ ക്ലാസ്സുകൾ തുടങ്ങുക. ഏറെക്കുറെ ആ ഒരു രീതി തന്നെയാണ് നമ്മുടെ ഈ ക്ലാസ്സും രീതി ഓൺലൈൻ ക്ലാസ്സിൽ പോകുന്നത്. പക്ഷെ അത് അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. കുട്ടികൾ ആദ്യമായിട്ടാണല്ലോ മദ്രസ പഠന രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞു 1-ാം ക്ലാസ്സിൽ മാത്രം ഇങ്ങനെ ഒരാഴ്ച ലാഗിങ് വരും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇത് 1-ാം ക്ലാസ്സിൽ മാത്രം ഉള്ള കാര്യമല്ല. ഒരു പക്ഷേ ഒരു മദ്രസയിൽ അധ്യാപകൻ മാറിയേക്കാം. അതേപോലെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് അധ്യാപകരൊന്നും പുസ്തകങ്ങൾ എത്തിച്ചിട്ടുണ്ടാവില്ല പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് റമദാൻ ഈ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളില്ലാതെ ആയിരിക്കും കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഇരിക്കേണ്ടി വരിക. അവിടെ ഈ ദിവസം ക്ലാസ് എടുത്ത് പോവുകയുമാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പുസ്തകമില്ല, ക്ലാസ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനം അതിനെക്കുറിച്ചുള്ളത് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഉസ്താദുമാർ പിന്നെ ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടികളിപ്പോൾ മുന്നിലിരിക്കുമ്പോൾ ഇതുപോലെ കിതാബ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ കുറേയൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് സംഗതി. എന്നാൽ പോലും സമസ്ത വളരെ കർശനമായി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ കയ്യിൽ കിതാബുകൾ എത്തിയിരിക്കണം, മദ്രസ പുസ്തകങ്ങൾ എത്തിയിരിക്കണം. അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത്രയും ശ്രമിച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ പുസ്തകങ്ങൾ എത്തിക്കാനുള്ള പരിശ്രമം ഉസ്താദുമാരും മാനേജ്മെൻറ്റും ചെയ്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിതാബുകൾ എത്തിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഏറെ ഫോളോ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഇപ്പോൾ പുസ്തകങ്ങൾ ഇപ്പോൾ ഓൺലൈനല്ലേ, പുസ്തകന്മാരങ്ങനെ ഇതിപ്പോൾ ഓൺലൈനിൽ കാണിക്കുമല്ലോ, അങ്ങനെ പുസ്തകങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ പക്ഷേ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാം. അപ്പോൾ പുസ്തകന്മാർ മദ്രസയിൽ പുസ്തകങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാ പുസ്തകം ഓൺലൈനിൽ കിട്ടില്ലേ, ക്ലാസ് ഓൺലൈനല്ലേ എന്ന് പറയാം. പക്ഷെ അതല്ല, ഈ ഓൺലൈൻ ക്ലാസ് തന്നെ കുട്ടികൾ പുസ്തകമെടുത്ത് മുന്നിലിരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലോ പോകുന്നത്, ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണം. ചെറിയ ക്ലാസ്സുകളിൽ അത് പ്രശ്നം ഉണ്ടാവില്ല. ഉയർന്ന ക്ലാസ്സുകളിൽ ഇപ്പോൾ 7-ാം ക്ലാസ്സിൻ്റെ മുകളിലോട്ടുള്ളത് വിഷയങ്ങൾ ഇപ്പോൾ ലാംഗ്വേജ് തന്നെ മാറുന്നുണ്ടല്ലോ. അപ്പോൾ അറബി ഭാഷയിലാണ്. അപ്പോൾ അതവർക്ക് ഫോളോ ചെയ്യാൻ കഴിയണമെങ്കിൽ കിതാബ് തന്നെ വേണ്ടി വരും. ഇപ്പോൾ +1 +2 ഈ വർഷം സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിതാബ് തന്നെ വേണം. അത് പരമാവധി എത്തിക്കാനുള്ള പരിശ്രമം നടത്തുക. ഇപ്പോൾ കിതാബ് ഇല്ലെങ്കിൽ പോലും പിന്നെ കിതാബ് ഇനിയിപ്പോൾ വൈകിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് എത്തിയതിന് ശേഷം ഒന്നുകൂടി അവർ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കേണ്ടി